ഹലോ, ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസുമായി ക്ലബ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. സൂര്യനെയും ഭൂമിയെയും പ്രണയിച്ച് ശുക്രൻ ഇന്നലെ കടന്നു പോയ പോലെ മറ്റൊരു ദിവസം കൂടി കഴിയാൻ പോവാ. ഈ രാത്രിയിൽ തനിച്ചിരിക്കുന്ന എല്ലാവരുടെ അടുത്തേക്ക് പ്രണയവും പ്രണയഗാനങ്ങളുമായി ഞാൻ റീനു എത്തിയിരിക്കുക. ഈ നേരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ആ ആൾക്കും വേണ്ടി മാത്രമുള്ളതല്ല, അവനെ ഓർക്കാനും നമ്മുടെ പ്രണയത്തിൻ്റെ മനോഹര നിമിഷങ്ങളിൽ വീണ്ടും വീണ്ടും ജീവിക്കാനും. നീ എവിടെയാ എന്ന് ആകാശത്തിലെ കൊച്ചു നക്ഷത്രങ്ങളോട് ഞാൻ ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു, ജനാലയിലൂടെ നീ വിദൂരത്തേക്ക് നോക്കിയിരിക്കുവാന്ന്. നിന്റെ മനസ്സിൽ ഞാൻ മാത്രമാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നീ എന്നെ സ്നേഹിക്കുന്നു. രാത്രി 7 മണിക്ക് ബാസ്കറ്റ് ബോളും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചിട്ടാ അവളെ ആദ്യമായിട്ട് കണ്ടേ. കോരിച്ചെറിയുന്ന മഴ കൊണ്ടാണോ, അതോ വണ്ടിയൊന്നും നിർത്താത്ത കൊണ്ടോ, അതോ ഇനി സമയം താമസിച്ചു പോയ കൊണ്ടോ എന്തോ അവളുടെ മുഖത്ത് ആകെ പരിഭ്രമമായിരുന്നു. അതുകൊണ്ടാണോ എന്നും അറിയില്ല, എനിക്ക് അവളോട് എന്തോ ഇഷ്ടം തോന്നി. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ എൻ്റെ റീനുവിൻ്റെ അടുത്ത് ഒരാൾ പ്രണയാനുഭവം പങ്കുവെച്ചത് ഇങ്ങനെയാണ്. എനിക്കെന്തോ അത് കേട്ടിട്ട് അത്ര നാച്ചുറലായിട്ടൊന്നും തോന്നിയില്ല. എന്താണെന്നറിയോ, ചുമ്മാ ഒരിക്കൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളോട് പ്രണയം വരുമോ? പ്രണയം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റിൽ ചുമ്മാ അങ്ങ് സംഭവിക്കുന്നത് തന്നെയാണോ? അത് വെറും ഒരു ഇൻഫാറ്റുവേഷൻ ആയിക്കൂടെ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഇതാ ഞാൻ റീനു ചോദിക്കുന്നത്. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് പ്രണയമാണോ? അങ്ങനെയാണോ പ്രണയം സംഭവിക്കുന്നത്? ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്യാം. കൂടെ ഒരു കാര്യം കൂടെ എൻ്റെ അടുത്ത് പറയണു. ഇങ്ങനൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? ഒരു യാത്രയിലാവാം, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയതാകാം, പക്ഷെ ആ ഒരു നോട്ടത്തിൽ നിങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ടോ? അനുഭവങ്ങൾ എനിക്ക് അയച്ചു തരണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കൂടെ നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ എളുപ്പമുണ്ട്. ഐ ലവ് യു സോ മച്ച് എന്ന് പലപ്പോഴും പലരോടും പറയണമെന്ന് നമുക്കൊക്കെ തോന്നാറുണ്ട്. പറയാനുള്ള ധൈര്യം ചിലപ്പോൾ ഉണ്ടായിന്ന് വരത്തില്ല. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ ഇന്നൊരാൾ എത്തിയിട്ടുണ്ട്. എന്റെ പേര് അൻസാഫ്. എനിക്കൊരു കുട്ടിയെ വളരെയധികം ഇഷ്ടമാണ്. ആ കുട്ടി കുറച്ചു നാൾ മുമ്പ് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പോ തൃപ്പൂണിത്തുറയിൽ വെച്ച് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു ഞാൻ. ഇപ്പൊ കുറച്ചു നാളായിട്ട് അതിനെ കാണാറില്ല. ഐ തിങ്ക് ഷീ വിഡ്രോൺ ഹെർ ജോബ്. എന്തുകൊണ്ടാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ആർക്കും കിട്ടാത്തൊരു ആൻസർ ഇതുവരെ. ആരുടെ ചോദിച്ചു നോക്കൂ, ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ചിക്കു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും, ആ കുട്ടിക്ക് എന്നെ അറിയുകയും ചെയ്യും. ഈ റേഡിയോ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ചിക്കു, എനിക്ക് നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. ഐ തിങ്ക് രേണു യു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിംഗ്. യാ, തീർച്ചയായും ആ കുട്ടി കേൾക്കുന്നുണ്ടാവും. തിരിച്ച് യെസ് എന്നൊരു ഉത്തരവും തരുമായിരിക്കും. ഇതുപോലെ ആരോടെങ്കിലും ഇഷ്ടം പറയണമെങ്കിൽ 56070 നിങ്ങളുടെ പേര് അയച്ചു തന്നാൽ മതി. ഫോമാറ്റ് ഉണ്ട്, ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. എൻ്റെ കൂടെ റീനുവിൻ്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. മനോഹരമായ പ്രണയഗാനങ്ങളുമായി ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാണ്. സിനിമയിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ മഴയത്താ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരു വലിയ കണക്ഷൻ തന്നെ കാണുമല്ലേ മഴയും പ്രണയവും എല്ലാം തമ്മിൽ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പ്രണയത്തിലായവരാണ് മഴ കൂടുതൽ ആസ്വദിക്കാറെന്ന്. ശരിക്കും അങ്ങനെയല്ല. ഒരു പ്രണയം കൊതിക്കുന്നവർ, മനസ്സിലൊരാളുള്ളവർ, അങ്ങനെയുള്ളവരല്ലേ കൂടുതലും ഈ മഴ കാത്തിരിക്കാറ്. ഇപ്പോൾ ഈ രാത്രി തന്നെ മഴ പെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന പ്രണയിക്കണം എന്നാഗ്രഹിക്കുന്ന ആ ആളല്ലേ? കണ്ണടച്ച മുന്നിൽ തെളിയുന്നത് അയാളുടെ ഒരു പുഞ്ചിരി, ഒരു നനുത്ത സ്പർശം,
ഒരുമിച്ച് ചെലവഴിച്ച സമയങ്ങൾ, ഇതൊക്കെയല്ലേ. അടുത്ത പാട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ റീനു ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഫേസ്ബുക്കിൽ ചെല്ലുക, ക്ലബ് FM കോൺടെസ്റ്റ് പേജിലേ ഒരു ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പം തന്നെ പോയി നോക്കിക്കോ. പിന്നെ ഞാൻ ഓൺലൈനാണ്, എൻ്റെ അടുത്ത് സംസാരിക്കാം.